ഹായ്, നമുക്ക് ഡംബിൾസ് യൂസ് ആക്കിക്കൊണ്ട് നമുക്ക് കൈ കൊടുക്കുന്ന കുറച്ച് വർക്കൗട്ടാണ് കേട്ടോ. ഇപ്പോൾ ഡംബിൾസിന് നമുക്ക് ബോട്ടിൽ യൂസ് ആക്കാം. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ബോട്ടിൽസിൽ മണ്ണൊക്കെ നിറച്ചിട്ട് നമുക്ക് യൂസ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് എഫക്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് ഷോൾഡർ പെയിൻ, കൈ പൊക്കാൻ വയ്യ, ചരിക്കാൻ വയ്യ, നിവർത്താൻ വയ്യ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് 100% നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ഇതിൽ ബോട്ടിലാണ് യൂസ് ആക്കിയാൽ കാണിക്കുന്നത്. അപ്പോൾ ഡംബിൾസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യാണ്ടിരിക്കേണ്ട, അതുകൊണ്ടാണ് ഞാനും ഇതിൽ ഇപ്പോൾ ബോട്ടിൽ യൂസ് ആക്കിയാൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ കണക്ക് കാല് ഇതേപോലെ പൊസിഷനിലേക്ക്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത് വെച്ചാൽ അങ്ങനെയൊക്കെ നിന്ന് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വൺ സൈഡ് ഇത്ര എണ്ണം വെച്ചിട്ട് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര എണ്ണ വേണമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈ പുറകിൽ പിടിക്കുക, ഇതേപോലെ എടുക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഒരു ബോട്ടിലിൽ മണ്ണ് നിറച്ചെടുക്കുന്ന വലിയ ജോലിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് യൂസാക്കി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ബോട്ടിൽ എടുക്കുക, എന്നിട്ട് കുറച്ച് മണ്ണ് നിറയ്ക്കുക കേട്ടോ. നിറയെ മണ്ണ് നിറച്ചോളൂ. എന്നിട്ട് 1 kg ആക്കി എടുക്കുക കേട്ടോ. 1 kg ഒരെണ്ണം 1 kg ആക്കി എടുക്കുക. അപ്പോൾ 2 ബോട്ടിൽ വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത പുറകിലോട്ടല്ലേ, ഇതിപ്പോൾ നമ്മൾ തിരിച്ച് കൈ ഒന്ന് ഫ്രണ്ടിലേക്ക് എടുക്കണം കേട്ടോ. തിരിച്ച് കറക്കണം കൈ. നേരത്തെ നമ്മളെടുത്ത് അതേപോലെ പുറകിലൊക്കെയാണ്, ഇതൊന്ന് തിരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ബോട്ടിലൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുക. നമുക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാണ്ടിരിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം നമുക്ക് മറ്റൊരാളുടെ ഹെൽപ്പില്ലാണ്ട് ഒന്നുമില്ലെങ്കിലും ഒരു ഇച്ചിരി മുകളിലിരിക്കുന്ന ഒരു സാധനം എടുക്കണമെങ്കിൽ മറ്റൊരാളെ നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് തന്നെ എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ കൈയൊക്കെ ഓക്കെ ആക്കി വെക്കേണ്ട അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെ റെഡിയാക്കി മുന്നോട്ട് കൊണ്ട് പോകണം കേട്ടോ. മാക്സിമം നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്യിക്കാണ്ടിരിക്കുന്നതല്ല എപ്പോഴും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വർക്കൗട്ടുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഈ വർക്കൗട്ടുകൾ നിങ്ങൾക്ക് ചെയ്ത് മുന്നോട്ട് പോകാനും ഒരു കുഴപ്പമില്ല, സമയമില്ലായ്മയൊന്നുമില്ല. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ മാറ്റി വയ്ക്കാം. നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും നമുക്കത് കിട്ടും. നമുക്കൊരു 3/4 മണിക്കൂർ, കാരണം നമ്മുടെ ഹെൽത്താണ് എപ്പോഴും ചിന്തയായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നമുക്ക് ഒഴിവാക്കുന്ന അത്ര നല്ലതല്ലേ. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, എല്ലാവർക്കും ഷോൾഡർ പെയിൻ ഉള്ളതാണ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും കൈ പൊക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങളുടെ ഷോൾഡർ പെയിനൊക്കെ മാറും, നിങ്ങൾക്ക് കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറും. നമ്മൾ ജോയിൻസുകൾ എപ്പോഴും നല്ല ഫ്ലെക്സിബിളാക്കി വയ്ക്കണം. നമ്മളെ ബോഡി ഫുൾ ജോയിൻസിന്, നമ്മളെ വിരലിൽ പോലും ജോയിൻറ്റുകളുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് വർക്കൗട്ട് കൊടുത്തുകൊണ്ട് അതിനെ ഫ്രീ ആക്കി വെച്ച് കഴിഞ്ഞാൽ, ഫ്ലെക്സിബിളാക്കി വെച്ചാൽ നമ്മുടെ ബുദ്ധിമുട്ട് മാറുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൈ ഇപ്പോൾ അത്രത്തോളം കറക്കാൻ പറ്റുന്നില്ല, വളയ്ക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുക വെച്ചാൽ ആ ലെവലിൽ ചെയ്തോളൂ. ഇപ്പോൾ ഇത്രത്തോളം നിങ്ങൾക്ക് കറക്കിയെടുക്കാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം കറക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ കുറച്ചേ പൊക്കാൻ പറ്റുന്നുള്ളൂ, കുറച്ചേ കറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം അനുസരിച്ച്, അതായത് ഈ വർക്കൗട്ട് ദിവസവും ചെയ്യുമ്പോഴുള്ള വ്യത്യാസം അനുസരിച്ച് നിങ്ങൾക്കതിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഷോൾഡർ പെയിൻ കൊണ്ട് പലർക്കും ബാക്ക് പെയിൻ വരെ ഉണ്ടാവാറുണ്ട്, മുതുകിലോട്ടൊക്കെ വേദന ഇറങ്ങാറുണ്ട്, കൈ പൊക്കാൻ പറ്റുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് മാറും കേട്ടോ. നമ്മളെ വയറും സൈഡ് ഫാറ്റ് മാത്രം കുറച്ചുകൊണ്ടല്ല മുന്നോട്ട് പോവേണ്ടത്. നിങ്ങൾക്കത് മാത്രമല്ല ചെയ്യേണ്ടത്, എപ്പോഴും മനസ്സിലാക്കുക. എല്ലാവരും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും വയറും സൈഡ് ഫാറ്റും മാത്രമാണ്. അത് മാത്രമല്ല നമ്മളെ ബാക്കി ബോഡി പാർട്സ് എല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് കൊടുത്ത് നിലനിർത്തുക. നമ്മൾ ഒരു 1 hour വർക്കൗട്ട് എടുത്താൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഓരോ വർക്കൗട്ടിന് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഇത് എല്ലാത്തിനും സമയം കിട്ടും. നിങ്ങൾ ബെല്ലി ഫാറ്റിനും സൈഡ് ഫാറ്റിനും വർക്കൗട്ട് കൊടുക്കുന്നതിന് കൂടെ ഓരോ 5 മിനിറ്റ് മറ്റുള്ളവരും കൂടെ മാറ്റി വെച്ചോളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഹെൽത്ത് നല്ല സെറ്റാക്കി എടുക്കാൻ പറ്റും. അതിന് ഒരു സംശയം വേണ്ട. അപ്പോൾ നമ്മളെല്ലാ ബോഡി പാർട്സിനും നമ്മൾ വർക്കൗട്ട് കൊടുക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ചെയ്യാൻ പറ്റായികൊന്നുമില്ല. പിന്നെ കുപ്പി എടുക്കാൻ മടിയും വേണ്ട, അതിനൊന്നുമില്ല. നിറയെ കുപ്പി ഏത് കടയിൽ ചെന്നാലും വെറുതെ കിട്ടുന്ന സാധനമാണ് കേട്ടോ ഈ കുപ്പിയൊക്കെ. അപ്പോൾ അതിന് കുപ്പി ഇല്ലാണ്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ തീരെ പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുപ്പി കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുപ്പി ഇല്ലാണ്ട് ചെയ്തോളൂ. പിന്നെ കുപ്പി വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റേത് രീതിയിലുള്ള എഫക്റ്റ് നിങ്ങൾക്ക് ബോഡിക്ക് ഉണ്ടാവും. അത് 100% ഉറപ്പാണ്. ചെയ്ത് നോക്കാം, മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒട്ടും മടിക്കേണ്ട, എല്ലാ ദിവസവും ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതുകൊണ്ട് കൈക്കും കൂടെ കുറച്ച് വർക്കൗട്ട് കിട്ടും കേട്ടോ. കാരണം കൈ കൊഴുപ്പൊക്കെ നന്നായിട്ട് കുറയും കേട്ടോ ചെയ്യുമ്പോൾ.
എൻ്റെ ചാനലിനകത്തായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് കൂടെ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനെ പിടിച്ചെടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഒരാളുടെ വീഡിയോ എൻ്റെ നല്ല മറ്റാരുടെ ആയിരുന്നാലും 1, 2, 3 ദിവസമോ കാണാതിരുന്ന് കഴിഞ്ഞാൽ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ തരില്ല. പിന്നെ നമ്മൾ ചാനൽ റിസർച്ച് ചെയ്തൊക്കെ എടുക്കേണ്ടി വരിക കേട്ടോ. അത് എല്ലാവരും വീഡിയോസും അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.